ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊതിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വാഴയില വെട്ടിയിട്ട് അത് വാട്ടിയെടുത്ത് അതിലേക്ക് ചൂട് ചോറും കൂട്ടാനുകളും വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടിയ നല്ല അടിപൊളി പൊതിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ പൊതിച്ചോറിൻ്റെ സ്പെഷ്യൽ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചക്കറികളും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൊതിച്ചോറിൻ്റെ റെസിപ്പി കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള പച്ചക്കറികളും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് കോവക്കിൻ്റെ ഇലയും അതുപോലെ കുറച്ച് കോവക്കയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നും കുറച്ച് കോവക്കയും അതുപോലെ തന്നെ കോവക്കയുടെ ഇലയും എടുത്തിട്ടുണ്ട്. അങ്ങനെ കോവക്കയുടെ ഇലയും എടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ചീരയാണ്. ഇത് പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വേലിച്ചീര എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ചീര തണ്ടോട് കൂടി തന്നെ എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരയിലയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയവരൊന്ന് കമൻറ്റ് ചെയ്യും. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നും കമൻറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ചീരയില എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇത് ആഫ്രിക്കൻ കൊറിയൻഡർ, വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഇലയാണ്. അപ്പോൾ ഇതിൽ നിന്നും 4 ഇല എടുക്കുന്നുണ്ട്. നമുക്ക് പൊതിച്ചോറിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണമല്ലോ. പിന്നെ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള വെള്ള കാന്താരി മുളകും കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പില മരത്തിൽ നിന്നും കുറച്ച് കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് പപ്പായയാണ്. ഓരോ നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന പപ്പായ ഞങ്ങൾ കർമൂസ എന്നാണ് പറയാറ്. അപ്പോൾ ഇതും ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ നമുക്ക് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ കോവക്കൻ്റെ ഇലയും അതുപോലെ കോവക്കയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇലയിലൊക്കെ പ്രാണികളൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കർമൂസയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീരയില ഇതുപോലെ തണ്ടിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അത്യാവശ്യം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത കാന്താരി മുളക്, കരിവേപ്പില അതുപോലെ ആഫ്രിക്കൻ കൊറിയൻഡറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചമ്മന്തിയിലേക്കും കൂടി ആവശ്യമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് കൂട്ടാനുകൾ കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കോവക്കയിലയിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആദ്യം ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കോവക്കയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇലക്കറികൾ കൂടുതലാകുമ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ തന്നെ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കൊണ്ടും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മറ്റേ അടുപ്പിൽ ഞാൻ ചീരൻ്റെല കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചീരയിലേക്ക് അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇതാ വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരയില ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം ഇലകളൊക്കെ വേവിച്ചെടുക്കാനായിട്ട്, പെട്ടെന്ന് വേവുന്നതാണല്ലോ. പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ 2 കൂടായിട്ടും തേങ്ങ 1 മുറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കാന്താരി മുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 ഗ്യാസിലുള്ള ഇലകൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോവക്കയില അത്യാവശ്യം വെള്ളം പോലെ ആയിട്ടുണ്ട്. മറ്റത് പിന്നെ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 2ലേക്കും പകുതിയായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ ഇലക്കറികൾ ഫുള്ളി കുക്കാക്കാതെ ഒരു 90% ഒക്കെ കുക്കാക്കി എടുത്താൽ മതിയാവും. അതാണ് നല്ലത്, ഹെൽത്തിയും അത് തന്നെയാണ്. അപ്പോൾ 2 ഉപ്പേരിയും തേങ്ങയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ
പപ്പായ ഒരു കുക്കറിൽ അല്പം വെള്ളവും ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിരുന്നു. അതിതാ ഒരു വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുക്കറിലുള്ള കർമൂസ താളിച്ചതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കൂട്ടാനും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊതിച്ചോറിലെ സ്പെഷ്യലായിട്ടുള്ള ഓംലേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം സവാള ഇട്ട് കൊടുക്കുക, ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കരിവേപ്പിലയും അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാ രീതിക്കുള്ള ഒരു ഓംലേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുരുമുളക് പൊടി കൂടെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഉള്ളിയും അതുപോലെ മുളകൊക്കെ നന്നായിട്ട് മിക്സ് ആക്കുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ വറവിട്ടെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫ്രൈ പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് സാധാരണ മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതാ മുട്ട ഒരു ഭാഗം ഡ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളകും പിന്നെ ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ ഇലയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള സുർക്ക കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരഞ്ഞു പോവണ്ട, അത്യാവശ്യം ഒന്ന് അരഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. അയില മീനാണ്. വാഴയില വെട്ടിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എല്ലാ ഭാഗത്തും വാട്ടിയെടുക്കുക. ഈ പൊതിച്ചോറിൻ്റെ സ്പെഷ്യലാണ് വാഴയില വാട്ടിയിട്ട് ആ വാട്ടിയ സ്മെല്ലും ചൂട് ചോറും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ വാഴയില വാട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ വാഴയില എല്ലാ ഭാഗവും നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറിലേക്കുള്ള ഐറ്റംസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചോറാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചോറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓരോ കൂട്ടാനായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ കോവക്കയുടെ ഇലയും കോവക്കയും കൂടെ കൂടിയിട്ടുള്ള ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീരയില ഉപ്പേരി ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കർമൂസ താളിച്ചതും അതുപോലെ ഓംലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീൻ പൊരിച്ചതിൻ്റെ കഷ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചമ്മന്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കാന്താരി മുളക് ഉപ്പിലിട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഇതാ വാഴയില പൊതിഞ്ഞ് വെക്കുക. അപ്പോൾ ഇതാ മലയാളികളുടെ സ്പെഷ്യലായിട്ടുള്ള പൊതിച്ചോറ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് എത്ര നേരമാണോ കൂടുതൽ വെക്കുന്നത് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടാണ് എവിടേക്കെങ്കിലും കൊണ്ടുപോകുമ്പോഴൊക്കെ ചെയ്യുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തപ്പോഴേക്കും നല്ല സൂപ്പർ സ്മെല്ലോട് കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഏത് കൂട്ടാനാണെങ്കിലും അടിപൊളിയായിരിക്കും വാഴയിലയിൽ ചൂടോട് കൂടി ആക്കിയെടുക്കുമ്പോൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.